നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിലാണ് അയോധ്യ. ചടങ്ങിന് മുന്നോടിയായുള്ള പൂജകൾ ഇന്ന് ക്ഷേത്രത്തിൽ നടന്നു. നാളത്തെ പ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരാണ് സാക്ഷ്യം വഹിക്കുക. ഉദ്ഘാടന ദിവസം ദർശനത്തിന് അവസരമില്ലെങ്കിലും കടുത്ത തണുപ്പിനെ അവഗണിച്ചെത്തുന്ന ഭക്തസംഘങ്ങൾ അയോധ്യ നഗരത്തിൽ നിറയുകയാണ്. എസ് വിജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം ഇന്നത്തെ ലീഡ് സ്റ്റോറി. റിജിത്ത്, അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. വൈദിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. പുറത്താണെങ്കിൽ വലിയ തോതിലുള്ള ജനത്തിരക്കാണ്. ഇവിടേക്ക് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയാണ് അയോധ്യ നഗരത്തിൽ. ഇവരെ നിയന്ത്രിക്കാൻ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ വലിയ തോതിൽ പാടുപെടുന്നത് നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ 10:25 വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യയിൽ എത്തും. അദ്ദേഹം അതിനുശേഷം 10:50 ഈ ക്ഷേത്ര നഗരിയിലേക്ക് വരും. ക്ഷേത്രത്തിൽ 11:30 മുതൽ അദ്ദേഹം ഉണ്ടാകും. ഒരു പക്ഷേ സരയൂ സ്നാനം അതിനു മുമ്പ് അദ്ദേഹം നടത്തിയേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണമൊന്നും വന്നിട്ടില്ല. 12:20 12:30 ഇടയിലുള്ള അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ഈ പ്രതിഷ്ഠ നടക്കുന്നത്. ആ മുഹൂർത്തത്തിന് പ്രത്യേകതയുണ്ട്. ജ്യോതിഷ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല മുഹൂർത്തമാണ്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ പ്രതിഷ്ഠ നടക്കണം എന്നതാണ്. അതുകൊണ്ടാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് തീരുമാനിക്കുകയും അവിടെ പ്രതിഷ്ഠ ആ സമയത്ത് തന്നെ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തത്. 12:30 ശേഷം പ്രധാനമന്ത്രി അവിടെ എത്തുന്ന 7000-ലധികം വിശിഷ്ടാതിഥികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം അവിടെ ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം അടുത്തൊരു ക്ഷേത്രം കൂടി സന്ദർശിക്കും. പ്രധാനമന്ത്രി പോയതിനു ശേഷം പതിവ് പൂജകളൊക്കെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ പൂജകൾ സംബന്ധിച്ച്, ആരതികൾ സംബന്ധിച്ച്, അവിടുത്തെ നിവേദ്യം സംബന്ധിച്ചൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ക്ഷേത്രം അതനുസരിച്ച് ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ അവിടെ പൂജാതി കർമ്മങ്ങൾ നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനം ഇവിടുത്തെ സുരക്ഷ തന്നെയാണ്. നമ്മൾ പലതവണ പറഞ്ഞതുപോലെ 3 ഘട്ടങ്ങളായുള്ള സുരക്ഷ ക്ഷേത്രത്തിന് അകത്തും പുറത്തുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് 100 കണക്കിന് പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകും. ക്ഷേത്രത്തിന്റെ മേഖലയിൽ പ്രത്യേക പരിശീലനം നേടിയ NSG കമാൻഡോസ് പരിശീലനം നൽകിയ ആളുകൾ തന്നെ അവിടെ ഉണ്ടാകും. ഉത്തർപ്രദേശ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളവർ, CRPFന്റെ പരിശോധന അല്ലെങ്കിൽ അവരുടെ സുരക്ഷ അവിടെ ഉണ്ടാകും. ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. എപ്പോഴും AI ക്യാമറയുടെ സർവൈലൻസിലായിരിക്കും. ഇവിടെ 10,000-കണക്കിന് AI ക്യാമറകളാണുള്ളത്. എല്ലാ നീക്കങ്ങളും ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പോലീസ് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഹെലികോപ്റ്ററുകൾ നിരന്തരമായി ഇവിടെ ഏരിയൽ സർവേ നടത്തുന്നുണ്ട്. പഴുതടച്ച സുരക്ഷ എന്നതാണ് അയോധ്യയിലെ കാര്യത്തിൽ നടപ്പാക്കുന്നത് എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചിരിക്കുന്നത്. ഇവിടേക്ക് എത്തുന്ന VIPകൾക്കൊക്കെ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തും. ഇതിനോടകം ക്ഷണം കിട്ടിയതിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പലരും അവരവർക്ക് ഒരുക്കിയിരിക്കുന്ന ഗസ്റ്റ് ഹൗസുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. നാളെ രാവിലെ ഏതാണ്ട് ഈ പരിപാടി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് രാവിലെ തന്നെ ക്ഷേത്ര പരിസരത്ത് അവർ പ്രത്യേക പാസുമായി ക്ഷണപത്രികയുമായി എത്തണം എന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. പ്രധാനമന്ത്രി പോകുന്നത് വരെ അവർ ക്ഷേത്രത്തിൽ തന്നെ തുടരുക വേണം. 7000-ഓളം ആളുകളാണ് അവിടെ ഉണ്ടാവുക. അതിനിടയിലും റിജിത്ത്, വിവാദങ്ങൾ തുടരുകയാണ്. ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ സർക്കാർ ഈ നാളത്തെ ചടങ്ങിന്റെ ഭാഗമായി അവധി പ്രഖ്യാപിച്ചത് വലിയ വാർത്തയാവുകയും വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിനും ഇതിനോട് അനുകൂല നിലപാടാണെന്ന വിമർശനവുമായി ഇടതു പാർട്ടികളൊക്കെ രംഗത്ത് വന്നു. തമിഴ്നാട്ടിൽ ഈ പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ സംപ്രേഷണം തമിഴ്നാട് സർക്കാർ നിരോധിച്ചു, വിലക്കി എന്ന വാദവുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അതിനോട് അതേ നിലയിലല്ല തമിഴ്നാട് സർക്കാർ പ്രതികരിച്ചത്. വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്, നിർമ്മല സീതാരാമന്റെ ആരോപണം തെറ്റാണ് എന്ന് മാത്രമേ തമിഴ്നാട് സർക്കാർ അതിന് മറുപടിയായി പറഞ്ഞിട്ടുള്ളൂ. തമിഴ്നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് വിവാദം തുടരുകയാണ് ഈ വൈകുന്നേരവും ഈ രാത്രിയിലും എന്ന് വേണം പറയാൻ. ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് അയോധ്യയിലേക്ക് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുമുള്ള തീർത്ഥാടകരുടെ പ്രവാഹം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. രാവിലെ മുതൽ ഇങ്ങനെ ഒഴുകുകയാണ് തീർത്ഥാടകർ ഈ നഗരത്തിനകത്തേക്ക്. അവരെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസ്ഥയല്ല എങ്കിൽ പോലും ഇപ്പോൾ വരരുത്, ഈ തിരക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് ദർശനം നടത്തണമെന്നൊക്കെ പ്രധാനമന്ത്രി പലതവണ അഭ്യർത്ഥിച്ചിട്ടും അത് ആരും മുഖവിലക്കെടുത്ത മട്ടില്ല. എല്ലാവരും ക്ഷേത്ര ദർശനത്തിനായി ഇപ്പോൾ തന്നെ വരികയാണ്. ഒരു ഉത്സവാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം. എല്ലാ തരത്തിലും
എന്താണ് രാഷ്ട്രീയ വിവാദങ്ങൾ ഇതിന് മേമ്പൊടിയായി ഉണ്ട് എന്നത് പറയാതെ പോകുന്നുമില്ല. രാഷ്ട്രീയ വിവാദവുമുണ്ട്. അവധി പ്രഖ്യാപനം വലിയ വിവാദമായിരുന്നു. അതുപോലെ ചില സ്ഥലങ്ങളിൽ അതിൽ കോടതികൾ പോലും അവധി പ്രഖ്യാപന വിഷയത്തിൽ ഇടപെടുകയും അത് സർക്കാരിന്റെ നയപരമായ തീരുമാനം എന്ന മട്ടിൽ അതിൽ കൂടുതൽ ഉത്തരവുകളിലേക്ക് കടക്കാതെ മഹാരാഷ്ട്ര ഹൈക്കോടതി പോവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടു. അങ്ങനെ സംഭവബഹുലമാണ് എല്ലാ അർത്ഥത്തിലും. നാളെ രാവിലെ മുതൽ തന്നെ ഇതിന്റെ മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. ഋജിത്ത്. ശരി, അയോധ്യയിൽ നിന്ന് എസ് വിജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. കനത്ത വിമർശനങ്ങൾക്ക് പിന്നാലെ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പ്രഖ്യാപിച്ച അവധി പിൻവലിച്ച് ഡൽഹി എയിംസ്. മഹാരാഷ്ട്ര സർക്കാർ നാളെ പ്രഖ്യാപിച്ച അവധിയും പുതുച്ചേരി ജിപ്മറിൽ ഉച്ചവരെ പ്രഖ്യാപിച്ച അവധിയും മദ്രാസ് ബോംബെ ഹൈക്കോടതികൾ ശരിവെച്ചു. BJPയുടെ രാഷ്ട്രീയ പരിപാടി എന്ന വിമർശനം നിലനിൽക്കെ ചടങ്ങിനോടനുബന്ധിച്ച് ഹിമാചൽ കോൺഗ്രസ് സർക്കാരും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശുപത്രികൾക്ക് അവധി നൽകുന്ന നടപടി മനുഷ്യത്വരഹിതമെന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് അർദ്ധദിനാവധി നൽകിയ തീരുമാനത്തിൽ നിന്നും എയിംസ് പിന്മാറിയത്. നാളെ അവധി പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത ഹർജിക്കാരെ രൂക്ഷ ഭാഷയിൽ ബോംബെ ഹൈക്കോടതി വിമർശിച്ചു. പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ ഇത്തരം ഹർജികൾ നൽകുന്നത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. മഹാരാഷ്ട്ര സർക്കാരിന് അവധി പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. അടിയന്തര ശസ്ത്രക്രിയകളും സേവനങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്നതിനാൽ പുതുച്ചേരി ജിപ്മറിലെ അർദ്ധദിനാവധി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയും മദ്രാസ് ഹൈക്കോടതി തള്ളി. നാളെ അഭിഭാഷകർ ഹാജരാകാതിരുന്നാലും സുപ്രീം കോടതിയിൽ നിന്നും പ്രതികൂല ഉത്തരവുകൾ ഉണ്ടാകരുതെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് BJPയുടെ രാഷ്ട്രീയ പരിപാടിയാണെന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിമർശനം നിലനിൽക്കെ ഹിമാചൽ സർക്കാർ നാളെ അവധി പ്രഖ്യാപിച്ചത് പാർട്ടിക്കുള്ളിൽ ചർച്ചകൾക്ക് വഴിവെച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ അവധി പ്രഖ്യാപിക്കുന്നത് ആദ്യമായാണ്. 24 ഡൽഹി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ഉമ്മൻചാണ്ടി കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത പോലെയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിഹസിച്ചു. 2025 മാത്രമേ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകൂ. ഹിന്ദുമതത്തിലെ പ്രധാന ആചാര്യന്മാരായ ശങ്കരാചാര്യന്മാർ പോലും ഇത് ശരിയായ നടപടിയല്ല എന്നാണ് പറയുന്നതെന്ന് MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള LDFന്റെയും UDFന്റെയും തീരുമാനം ചരിത്രപരമായ മണ്ടത്തരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. 2025 മാത്രം പണി പൂർത്തിയാവുന്ന രാമക്ഷേത്രത്തിന് ഈ 2024 ആദ്യം ഈ 22-ന് അതിൻ്റെ ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നത്, അതും ശങ്കരാചാര്യന്മാർ പറയുന്നത് ആചാരമര്യാദ അനുസരിച്ചല്ല, ആചാര രീതിക്ക് വിപരീതമായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. സംസ്ഥാനത്തെ പ്രബലമായ 2 മുന്നണികളും ഒരുമിച്ച് എതിർത്തിട്ടും കേരളത്തിലെ പൊതുസമൂഹം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നുള്ളതാണ്. കേരളത്തിലെ ഇരു മുന്നണികൾക്കും ഇതുപോലൊരു തിരിച്ചടി സമീപകാല ചരിത്രത്തിലൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ജയ് ശ്രീരാം എന്ന് വിളിച്ചില്ലെങ്കിൽ കുത്തിക്കൊല്ലുന്ന നാടായി ഇന്ത്യ മാറിയെന്ന് എഴുത്തുകാരൻ T പത്മനാഭൻ. ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ വിൽപ്പന ചരക്കാണ് ശ്രീരാമന്റെ പേര്. തെരഞ്ഞെടുപ്പിൽ തുറപ്പിച്ചിട്ട് അയോധ്യയായിരിക്കുമെന്നും T പത്മനാഭൻ പറഞ്ഞു. എൻ്റെ അറിവിൽ ഏറ്റവും വലിയ ശ്രീരാമ ഭക്തൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആ സാധു മനുഷ്യൻ ജീവിതത്തിൽ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ. വിജയഭട്ടിൻ്റെ രാമരാജ്യമായിരുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ 2 വാക്കേ ശബ്ദമേ ഉച്ചരിച്ചിട്ടുള്ളൂ, ഹേ റാം, ഹേ റാം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൽപ്പന ചരക്ക് വെച്ച ഉടനെ തന്നെ വിറ്റുപോകുന്നത് ശ്രീരാമൻ്റെ പേരാണ്. ശ്രീരാമൻ്റെ പേര് ഉച്ചരിച്ചില്ലെങ്കിൽ, പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കുത്തിക്കൊല്ലുന്ന നാടാണിത്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിൽ BJP രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വിദ്വേഷം പ്രചരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇന്ത്യ മുന്നണി ആഞ്ഞുപിടിച്ചാൽ BJPയെ താഴെ ഇറക്കാമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മതം തിരിച്ചാണ് രാജ്യത്തിപ്പോൾ പല പരിപാടികളും നടക്കുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. CPIM BJPയെ പരസ്യമായി എതിർക്കുകയും രഹസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ശ്രീരാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നാളെ അയോധ്യയിൽ നടക്കുകയും അതിനെ പോലും രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ പേരിലുള്ള ഈ രാഷ്ട്രീയ കളി അത് നമുക്ക് അംഗീകരിക്കുവാൻ സാധ്യമല്ല. ഈ രാജ്യത്തെ ജനങ്ങളെ അങ്ങനെ വഞ്ചിക്കുവാൻ സാധിക്കുകയില്ല. രാമനോടുള്ള സ്നേഹം അത് രാജ്യം ഉൾക്കൊള്ളുന്നു.
അതേ അവസരത്തിൽ രാമക്ഷേത്രത്തെ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളിയിൽ വീഴാൻ മാത്രം മണ്ടന്മാരല്ല ഇന്ത്യയിലുള്ള ജനങ്ങൾ എന്ന് ഇവിടുത്തെ ഭരണകൂടം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ നമ്മൾ പോരാടുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ അവരുമായി സന്ധി ചെയ്തവരാണ് കേരളം ഭരിക്കുന്നത് എന്ന് നാം വിസ്മരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇവർ തമ്മിൽ ധാരണയാണ്, അവിഹിതമായ ബന്ധമാണ്. കാരണം സംഘപരിവാറിന്റെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. കേരളത്തിലെ CPMന്റെ ഞാൻ അടിവരയിട്ട് പറയുന്നു, കേരളത്തിലെ CPMന്റെ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധതയാണ്. ഈ കോൺഗ്രസ് മുക്ത ഭാരതവും കോൺഗ്രസ് വിരുദ്ധതയും സന്ധി ചെയ്യുകയാണ്. കോഴിക്കോട് കടപ്പുറത്ത് യൂത്ത് ലീഗിന്റെ റാലിയോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയായിരുന്നു റാലി. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ എന്താണ്? നേതാക്കളുടെ വിമർശനം ഏതു തരത്തിലായിരുന്നു സമീർ? ലോകത്ത് മുഴുവൻ ജനാധിപത്യ വിശ്വാസം. ശ്രീജിത്ത്, അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായിരിക്കുന്നത്. അയോധ്യ രാമനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിനെയാണ് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. അത്തരത്തിലുള്ള നീക്കങ്ങളെ ചെറുക്കണം. ഒപ്പം തന്നെ ശക്തമായ രീതിയിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വരേണ്ടതിന്റെ ആവശ്യകത കൂടി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് പരിപാടിയിൽ പങ്കെടുത്ത തെലങ്കാനയിൽ നിന്നുള്ള തെലങ്കാന മന്ത്രി ഈ പരിപാടിയിലെ മുഖ്യാതിഥിയായി എത്തിയിരുന്നു. അവരും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് മോദി മതത്തിന്റെയും ജാതിയുടെയും പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ് മുഖ്യാതിഥിയായിട്ടുള്ള തെലങ്കാന മന്ത്രി ധൻസാരി അനസൂയ സീതയ്ക്കയും വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ BJPയും CPIM തമ്മിൽ വലിയ ബന്ധമുണ്ട്, അവർക്കിടയിലുള്ള ധാരണയുണ്ട്. ആ ധാരണയുടെ ഭാഗമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ CPIM നേതാക്കൾക്കെതിരായിട്ടുള്ള അന്വേഷണം നടക്കാതെ പോകുന്നത് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും ഈ വിവിധ വിഷയങ്ങളിൽ യൂത്ത് ലീഗിന്റെ ഈ സമ്മേളനത്തിൽ സംസാരിച്ചു. കൂടാതെ പ്രതിപക്ഷ നേതാവ് VD സതീശനും വിവിധ മേഖലകളിൽ വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെയും നിലപാടുകൾ വ്യക്തമാക്കി. ഒപ്പം തന്നെ അയോധ്യ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. ആ വേളയിലെല്ലാം തന്നെ എടുത്തിട്ടുള്ള നിലപാടുകൾ എക്കാലത്തും പ്രശംസനീയമാണ് എന്നും VD സതീശൻ വ്യക്തമാക്കി. ഇപ്പോഴും യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന സമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി KM ഷാജി. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. അയോധ്യ വിഷയത്തിൽ BJP രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള വിമർശനം ആവർത്തിക്കുകയാണ്. അത് കടുപ്പിക്കുകയാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നതിന് നിർദ്ദേശം സമർപ്പിക്കാൻ 10 അംഗ സമിതിയെ നിയോഗിച്ചു. സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് അധ്യക്ഷൻ. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ സമഗ്ര പരിഷ്കരണത്തിനുള്ള ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം, അതിന് പിന്നാലെ ഈ 10 അംഗ സമിതി, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ സമിതി പരിശോധിക്കുക? ഷഫീദ്, സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ഇനി കാഠിന്യമേറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ടെസ്റ്റും പരിഷ്കരിക്കുന്നത്. താരതമ്യേന എളുപ്പമാണ് നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം ഡ്രൈവിംഗിൽ മികവില്ലാത്തതുമാണെന്ന നിഗമനത്തിലാണ് മന്ത്രി പരിഷ്കാരങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ഈ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഈ തീരുമാനം അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ പരിഷ്കാരം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി ഗതാഗത വകുപ്പ് 10 അംഗ കമ്മീഷനെ നിയമിച്ചു. സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ അധ്യക്ഷനായാണ് പുതിയ സമിതി. ഇവരോട് ഒരാഴ്ചയ്ക്കുള്ളിൽ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗതാഗത മന്ത്രി ചുമതലയേറ്റ ശേഷം വലിയ പരിഷ്കാരങ്ങൾ KB ഗണേഷ് കുമാർ നടത്തുമെന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് അപകടങ്ങളടക്കം കുറയ്ക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകളും അതേപോലെ തന്നെ ലേണേഴ്സ് ടെസ്റ്റുകളിലും ഇങ്ങനെയുള്ള ചില പരിഷ്കാരങ്ങൾക്ക് തീരുമാനിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. യാത്രയ്ക്ക് നേരെ അസമിൽ വീണ്ടും ആക്രമണം. അസമിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ വീണ്ടും ആക്രമണം. യാത്രയുടെ ഭാഗമായ വാഹനങ്ങളിൽ BJP പ്രവർത്തകർ സ്വന്തം പതാക സ്ഥാപിച്ചു. പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണമുണ്ടായതായി കോൺഗ്രസ് ആരോപിച്ചു. അസമിലെ സുനിത്പൂരിൽ വെച്ചാണ് നാടകീയ രംഗങ്ങൾ. ഭാരത് ജോഡോ ന്യായ് യാത്രാ വാഹനങ്ങൾക്ക് നേരെ കൊടികൾ വീശി സംഘടിച്ചെത്തിയ BJP പ്രവർത്തകർ. രാഹുൽ വാഹനം നിർത്തി. മോദി മുദ്രാവാക്യം മുഴക്കിയ BJP പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. പിന്നെ അവർക്കിടയിലേക്ക്
സിലിഗുരി ഹാട്ടിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടായി. PCC അധ്യക്ഷൻ ഭൂപേൻ കുമാർ ബോറയ്ക്ക് പരിക്കേറ്റു. ജയറാം രമേശിന്റെ വാഹനത്തിലെ പോസ്റ്ററുകൾ കീറി. കോൺഗ്രസ് സമൂഹമാധ്യമ വിഭാഗത്തിന്റെ ക്യാമറകൾ അക്രമികൾ കവർന്നു. ഭാരത് ജോഡോ ന്യായ് യാത്രാ വാഹനങ്ങളിൽ BJP കൊടികൾ സ്ഥാപിച്ചതായും ആക്രമണത്തിന് പിന്നിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. പോലീസിൽ പരാതി നൽകി. നാളെ അയോധ്യ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമേ രാഹുൽ ഗാന്ധി ശ്രീമന്ത ശങ്കരദേവിന്റെ ജന്മസ്ഥലമായ ഭട്ടദ്രവ സത്രം സന്ദർശിക്കാവൂ എന്ന് മാനേജ്മെന്റ് കമ്മിറ്റി അറിയിച്ചു. 24 ഡൽഹി. അഴിമതിക്കാർക്ക് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. സഹകരണ മേഖലയിലെ അഴിമതി ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി. കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും ഓഡിറ്റിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കരുവന്നൂർ കേസിലെ പ്രധാന പ്രതിയെ മാപ്പ് സാക്ഷിയാക്കുന്ന നടപടി നിയമപരമായി തെറ്റാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സംസ്ഥാന സഹകരണ യൂണിയന്റെ 9ാം സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രി സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെ കടുത്ത വിമർശനം നടത്തിയത്. അഴിമതിക്കാർക്ക് ഒരു തരത്തിലും സർക്കാരോ വകുപ്പോ പരിരക്ഷ നൽകില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. കരുവന്നൂർ കേസിലെ പ്രധാന പ്രതിയെ മാപ്പുസാക്ഷിയാക്കുന്നത് നിയമപരമായി തെറ്റെന്നും മുഖ്യമന്ത്രി. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ അത് ആ സ്ഥാപനത്തെ മാത്രമല്ല ബാധിക്കുക, കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയാണ് ബാധിക്കുക. അപ്പോൾ നാം കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കൂടാ എന്നതിൽ ഉറച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ അനഭിലഷണീയമായ പ്രവണതകൾ ഉണ്ടായെന്നും ഉദ്യോഗസ്ഥർ അറിയാതെ ക്രമക്കേട് നടക്കില്ലെന്നും സഹകരണ മന്ത്രി VN വാസവൻ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ വിവാദമായ ഒരു ബാങ്കാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക്. ആ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ബാങ്കിലും നടക്കാൻ പാടില്ലാത്ത രൂപത്തിലുള്ള അനഭിലഷണീയമായ പ്രവണതകളാണ് നടന്നത്. കരുവന്നൂരിൽ സ്വീകരിക്കേണ്ട നടപടികളെല്ലാം വകുപ്പും സർക്കാരും സ്വീകരിച്ചു. കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 106 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി നൽകിയെന്നും ബാക്കിയുള്ളത് നൽകാനുള്ള നടപടി സ്വീകരിക്കുന്നുവെന്നും VN വാസവൻ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. പാർട്ടിയിൽ തെറ്റായ പ്രവണതകളും ജനങ്ങൾക്ക് പൊറുക്കാൻ കഴിയാത്ത കാര്യങ്ങളും ഉണ്ടാകരുതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഞാനാണ് കമ്മ്യൂണിസ്റ്റ് എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാകാം. പാർട്ടിയെ പഠിത്ത ഭൂതകാലം ഓർമ്മ വേണമെന്നും MV ഗോവിന്ദൻ വയനാട്ടിൽ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ലൊരു ധാരണ വേണം. അത് ഓരോരുത്തരും വിചാരിക്കുക ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാനില്ലാതെ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക. ഞാനും നിങ്ങളൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ്. പക്ഷേ എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തിയ ഒരു നാടും പാർട്ടിയുമുണ്ട് എന്ന നല്ല ധാരണ വേണം. അതതിൻ്റെ ഭൂതകാല ഉൽപ്പന്നമാണ് നമ്മളെല്ലാം. ചില പ്രവണതകളെല്ലാം അവിടെ ഇവിടെയായിട്ട് മുള പൊട്ടുന്നുണ്ട്. പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ ജീവിതം ഉടനീളം തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. തെറ്റായ ഒരു പ്രവണതക്കും വിധേയമാവില്ല. ശരിയായ ദിശയിലേക്കാണ് ഈ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത് എന്നതിനുള്ളതിന് ഉറപ്പുണ്ടാവണം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇടുക്കി മൂലമറ്റത്ത് യുവാവ് വീട്ടിലേക്ക് ജീപ്പ് ഇടിച്ചു കയറ്റി. കുടുംബ വഴക്കിനെ തുടർന്നായിരുന്നു ഭാര്യയും കുട്ടികളും ഉൾപ്പെടെ താമസിക്കുന്ന വീടിന് നേരെ അതിക്രമം. പതിപ്പള്ളി സ്വദേശി രഞ്ജിത്തിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, വിവരങ്ങൾ എന്താണ്? പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇങ്ങനെയൊരു വീട്ടിലേക്ക് ജീപ്പ് ഇടിച്ചു കയറ്റാനുണ്ടായ സാഹചര്യം, അത് സംബന്ധിച്ച തർക്കം എന്തായിരുന്നു വിഷ്ണു? രഞ്ജിത്ത്, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് സംഭവങ്ങളുടെ തുടക്കം. ഈ രഞ്ജിത്തും ഭാര്യയും തുടർന്ന് വഴക്കുണ്ടാകുന്നു ഇരുവരും തമ്മിൽ. തുടർന്ന് ഭാര്യ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക്, മാതാവിന്റെ വീട്ടിലേക്ക് മാറി നിൽക്കുന്നു. ഇതിനിടയിലാണ് ഇയാൾ ആ വീട്ടിലേക്ക് എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നാലെ ഇവർ ഇവിടെ നിന്ന് ഇയാളോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നു. ഇതിൽ ദേഷ്യം അല്ലെങ്കിൽ വൈരാഗ്യം മൂത്ത് ഇയാളുടെ കുട്ടികളുമായി സ്കൂൾ ട്രിപ്പ് എടുക്കുന്ന ജീപ്പാണ്. ആ ജീപ്പുമായി എത്തി ഈ വാതിൽ ഇടിച്ചു തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസും ദൃക്സാക്ഷികളും വ്യക്തമാക്കുന്നത്. തുടർന്ന് ആ സമയത്ത് പിറകിലത്തെ വാതിൽ തുറന്ന് ഈ വീട്ടുകാർ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക്, അയൽവാസികളുടെ വീട്ടിലേക്ക് അഭയം പ്രാപിക്കുകയായിരുന്നു. 3 തവണയോളം ഇയാൾ ഈ വാതിലിലേക്ക് ജീപ്പ് പിടിച്ച് കയറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്നത്. തുടർന്ന് അയൽവാസികൾ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. നിലവിൽ ഇയാൾ കാഞ്ഞാർ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. പ്രധാനമായും ഈ ഭാര്യയുമായുള്ള തർക്കം തന്നെയാണ് ഇത്തരത്തിലൊരു അക്രമത്തിന് മുതിരാൻ രഞ്ജിത്തിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. രഞ്ജിത്ത്. ശരി, വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.
കോഴിക്കോട് വടകരയിൽ മാതാവിനെയും 2 മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുനിയിൽ മഠത്തിൽ നിതീഷിന്റെ ഭാര്യ അഖില, മക്കളായ വൈഭവ്, കശ്യപ് എന്നിവരാണ് മരിച്ചത്. വീട്ടുപറമ്പിലെ കിണറ്റിലാണ് അഖിലയെയും മക്കളായ കശ്യപ്, വൈഭവ് എന്നിവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈഭവിന് 6 മാസം മാത്രമാണ് പ്രായം. കശ്യപ് 6 വയസ്സുകാരനാണ്. കുട്ടികളെ ദേഹത്ത് കെട്ടിവച്ച ശേഷം അഖില കിണറ്റിലേക്ക് ചാടിയെന്നാണ് പ്രാഥമിക വിവരം. രാവിലെ പുറത്തുപോയ നിതീഷ് ഭാര്യയെ ഫോണിൽ വിളിച്ച് കിട്ടാതായതിനെ തുടർന്നാണ് തിരികെ വീട്ടിലെത്തിയത്. വീട്ടിൽ ഭാര്യയെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങൾ കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. ഇവരുടേതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് 2 ഇടങ്ങളിലായി സഹോദരങ്ങൾ ഉൾപ്പെടെ 4 കുട്ടികൾ മുങ്ങിമരിച്ചു. മലപ്പുറം തവനൂരിലും തൃശൂർ കുന്നംകുളത്തുമാണ് അപകടം ഉണ്ടായത്. ഉച്ചയ്ക്ക് 2:30 തവനൂർ കാർഷിക കോളേജിന് പിറകിൽ ഭാരതപ്പുഴയ്ക്ക് സമീപം ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയതാണ് 13 വയസ്സുകാരൻ അയുർരാജും 11 വയസ്സുകാരൻ അശ്വിനും. പുഴയിൽ പോയ പന്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടു. നിലവിളി കേട്ടെത്തിയ പ്രദേശവാസികൾ കുട്ടികളെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുറ്റിപ്പുറം ME സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആയുർരാജ്. കോഴിക്കോട് സ്വദേശി അശ്വിൻ വിരുന്നെത്തിയതാണ്. തൃശൂർ കുന്നംകുളത്ത് പാറക്കുളത്തിൽ വീണാണ് സഹോദരിമാർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. പന്തല്ലൂർ സ്വദേശികളായ 9 വയസ്സുള്ള മഷിദ, 13 വയസ്സുള്ള ഹസ്നത്ത് എന്നിവരാണ് മരിച്ചത്. ഇരുവരും പിതാവ് അഷ്കറിനൊപ്പം വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെ കാലിലെ ചെളി കഴുകാൻ കുളത്തിലിറങ്ങിയതാണ്. 24 തിരൂർ. തൃശൂർ പിടിക്കാൻ CPI. BJPക്കും കോൺഗ്രസിനും പിന്നാലെ തൃശൂരിൽ കളത്തിലിറങ്ങാൻ CPIയും. സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യമുയർന്നു. നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ പ്രത്യേക തന്ത്രം മെനയാനും നീക്കം. തൃശൂരിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്ന TN പ്രതാപന്റെ നിലപാടിനെ തള്ളി DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും രംഗത്തെത്തി. BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം ശക്തമാക്കിയതിനു പിന്നാലെ TN പ്രതാപന് വേണ്ടിയും തൃശൂരിൽ ചുവരെഴുത്തുകൾ ശക്തമായിരുന്നു. ഇതോടെ നേരത്തെ കളത്തിലിറങ്ങാനുള്ള നീക്കത്തിലാണ് CPIയും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യമുയർന്നു. പുതിയ സാഹചര്യത്തിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്ന അഭിപ്രായമാണ് യോഗത്തിൽ ഉയർന്നത്. തൃശൂരിൽ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ പ്രത്യേക തന്ത്രം മെനയും. കോൺഗ്രസിന്റെ മഹാസമ്മേളനം കൂടി കഴിഞ്ഞതിനു ശേഷം പ്രത്യേക പ്ലാൻ തയ്യാറാക്കാനാണ് നീക്കം. അതേസമയം തൃശൂരിൽ കോൺഗ്രസ് BJP മത്സരമെന്ന TN പ്രതാപന്റെ വാദം തള്ളി DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രംഗത്തെത്തി. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേക്കാൾ 20 സീറ്റ് നേടാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ഇതെല്ലാം മറച്ചുവെക്കാൻ വേണ്ടി വീണ്ടും ഇതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലത്തിൽ കാടിളക്കിയുള്ള പ്രചാരണത്തിനാണ് മുന്നണികൾ തയ്യാറെടുക്കുന്നത്. 24 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന് CPIയിൽ ആവശ്യം. സ്ഥാനാർത്ഥി നിർണയത്തിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ കാക്കരുത് എന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അഭിപ്രായമുയർന്നത്. വെറ്റിനറി സർവകലാശാല ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ CPI മന്ത്രിമാർ തർക്കിച്ചതിൽ നേതൃത്വം അതൃപ്തിയും പ്രകടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നാണ് CPI എക്സിക്യൂട്ടീവിൽ ഉയർന്ന അഭിപ്രായം. സ്ഥാനാർത്ഥി നിർണയത്തിന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ കാക്കരുത്. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയും ഒരു ഘടകമാണ്. പുതിയ സാഹചര്യത്തിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതാണ് ഉചിതമെന്നും എക്സിക്യൂട്ടീവിൽ അഭിപ്രായമുയർന്നു. ഇതോടെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാക്കാൻ നേതൃത്വവും തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിസഭയിൽ പാർട്ടി മന്ത്രിമാർ തർക്കിച്ചതിലാണ് CPI നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചത്. വെറ്റിനറി സർവകലാശാല ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്യാതെ വിഷയം മന്ത്രിസഭയിൽ കൊണ്ടുവന്നത് ശരിയായില്ലെന്ന് നേതൃത്വം വിമർശിച്ചു. തർക്കത്തെപ്പറ്റി പാർട്ടി മന്ത്രിമാർ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിശദീകരണം നൽകി. തർക്കമുണ്ടായില്ലെന്നും ആലോചിക്കാതെ വിഷയം വന്നതിൽ അഭിപ്രായം പറയുകയാണ് ഉണ്ടായതെന്നും മന്ത്രിമാർ വിശദീകരിച്ചു. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്ത ശേഷം വിഷയം വീണ്ടും മന്ത്രിസഭയിൽ കൊണ്ടുവരാനും പാർട്ടി അനുമതി നൽകി. 24 തിരുവനന്തപുരം. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിലായവില്ല. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സെനഡ് സർക്കുലർ അതിരൂപതയിലെ ഭൂരിഭാഗം പള്ളികളിലും വായിച്ചില്ല. കിഴക്കമ്പലം സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളടങ്ങിയ സിനഡ് സർക്കുലർ പള്ളികളിൽ വായിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ സർക്കുലർ വായിക്കില്ലെന്ന വിമത വിഭാഗവും
ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന ഔദ്യോഗിക വിഭാഗവും നിലപാട് കടുപ്പിച്ചതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം വീണ്ടും രൂക്ഷമാവുകയാണ്. കിഴക്കമ്പലം സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ ഇരുവിഭാഗം വിശ്വാസികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സിനഡ് സർക്കുലർ വായിക്കണമെന്ന ഔദ്യോഗിക വിഭാഗവും വായിക്കരുതെന്ന വിമത വിഭാഗവും ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു തർക്കം. ജനാഭിമുഖ കുർബാനയുമായി മുന്നോട്ടു പോകുമെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികരുടെയും വിശ്വാസികളുടെയും നിലപാട്. മാർപ്പാപ്പയെ സിനഡ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും വിമത വിഭാഗം പറയുന്നു. ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ വത്തിക്കാന്റെ അനുമതിയോടെ കർശന നടപടികൾ സ്വീകരിക്കാനാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ തീരുമാനം. 24 കൊച്ചി. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താമഴ പൂർത്തിയാവുകയാണ്.